എൻ്റെ പേര് നിതിന. ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. യേശുവിന് സുസ്തി. ഞാൻ 2018 മുതൽ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ ട്വിൻസാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ടാണ്. എന്നെ കാണുന്ന എല്ലാവർക്കും ഒരു 10 മാസം ഗർഭിണിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല. ഈ 2018 വരെ എനിക്ക് അങ്ങനെ ഒരു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ ഇത് അന്ന് ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞുങ്ങളുണ്ടായി അന്ന് മുതൽ എന്നും ശ്വാസം എടുക്കാനും ഫുഡ് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായി. ഓരോ ഹോസ്പിറ്റൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും മറ്റോടത്ത് ചെന്നതിനെ കുറച്ചുകൂടി മാറും. അങ്ങനെ ഓരോ ഹോസ്പിറ്റലും മാറി മാറി കണ്ടു. എല്ലായിടത്തും ഗ്യാസാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മരുന്നുകൾ തരും, കഴിക്കും, കുറവൊന്നുമില്ല. രാത്രിയൊക്കെ ഒരു 1 മണി വരെയൊക്കെ നടക്കും, വീടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്. ട്വിൻസിന് ഒരു 3 വയസ്സും 2 വയസ്സൊക്കെ ഉള്ളൂ. മൂത്തയാൾ ഒരു 5 പഠിക്കണു. ഞാനിങ്ങനെ നൊലോളിക്കണ കാണുമ്പോൾ അയാളും നൊലോളിക്കും, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്, അമ്മ നൊലോളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ബുദ്ധിമുട്ട് കൂടി വന്നു. അങ്ങനെ മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ലിസിയിലെ ഡോക്ടർ, എറണാകുളത്തെ ഏറ്റവും നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, എറണാകുളത്തല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ വീട്ടിൽ പോയി ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇത് ഡയസ്റ്റിക് റെക്റ്റേ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഈ കുഞ്ഞുങ്ങളുടെ വലിപ്പം കൂടിയതുകൊണ്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ എല്ല് അകന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിയേറ്റർ ചെയ്യാമെന്ന് മാത്രമാണ്. നമുക്കിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബോർഡ് ഇടും, നിങ്ങളെന്നാൽ ഓപ്പറേഷനായിട്ട് പോരെ, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല, മരുന്ന് കൊണ്ടൊന്നും മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കൊറോണ ടൈമിൽ ഡോക്ടറെ കാണാൻ പിന്നീടും ചെന്ന് കഴിഞ്ഞ് ഞാൻ അഡ്മിഷനായിട്ടാണ് ചെല്ലണത്. കൊറോണയൊക്കെ ടെസ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. കുഞ്ഞുങ്ങളെ നോക്കാനുള്ള അമ്മയും എല്ലാവരും കൂടി ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 6 മാസത്തോളം റെസ്റ്റ് വേണം, എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. എന്നും നൊലോളിയാണ്. എനിക്കിങ്ങനെ എന്നെ കാണുന്നവർക്ക് വരെ സങ്കടമായി തുടങ്ങി. കാരണം ആഹാരം കഴിച്ചാൽ നമുക്ക് ഒരപ്പം കഴിക്കാൻ പറ്റില്ല. ഒരു അരക്കഷ്ണം അപ്പം കഴിച്ചാൽ അന്നത്തെ ദിവസം പോക്കാം. ഫുഡ് കഴിക്കാനേ പറ്റില്ല. നമ്മൾ കുനിയണ അനുസരിച്ച് നമ്മുടെ ഈ കുടൽ പുറത്തോട്ട് തള്ളണതാണ് അസുഖം. അതുകൊണ്ട് തന്നെ കുടലും മറ്റേ ലങ്സൊക്കെ പുറത്തോട്ട് തള്ളും. അതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. അങ്ങനെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. തലേന്ന് രാത്രി CT മുതൽ എനിക്ക് ഒരു 5000 രൂപയുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ് ചെയ്തത്. അപ്പം നമുക്ക് അതിന് മാത്രം സാമ്പത്തികമൊന്നുമില്ല. എന്നാലും കുറേ കടം വാങ്ങിച്ചും ആശുപത്രിയിലെത്തി ടെസ്റ്റൊക്കെ ചെയ്ത് നേരം വെളുത്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു അനസ്തേഷ്യയ്ക്ക് വന്ന ഡോക്ടർ എന്നോട് ചോദിച്ചു, മോനെ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 29 വയസ്സായി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് തിയേറ്റർ ചെയ്യണ്ട, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്പി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഹാർട്ട്, ലങ്സ്, കിഡ്നി അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മരണത്തിലോട്ട് നമുക്ക് നടക്കാനേ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആ ഡോക്ടറോടും പറഞ്ഞു നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല, എനിക്ക് ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൻ ചെയ്യണ്ട, ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ, ഇനി എന്നാ അസുഖം വന്നേന്നൊന്നും പറയില്ലല്ലോ, അതുകൊണ്ട് ചെയ്യണ്ട. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കൊരു ആഹാരം കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്, ഒന്ന് ശ്വസിക്കാൻ കൊതിച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് ശ്വസിക്കാൻ, ഒരു നേരമെങ്കിലും ശ്വസിക്കണേ. എനിക്ക് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാൻ കൊതിയായിട്ടുണ്ട്. ഞാൻ അതുപോലെ നൊലോളിച്ച് ബുദ്ധിമുട്ടി അവിടെ നിന്ന് അപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് തന്നു. അന്ന് ആശുപത്രിയിൽ തന്നെ ഒരു 10-25,000 രൂപ അടയ്ക്കേണ്ടി വന്നു. എന്നാലും ഓപ്പറേഷനൊന്നും ഇല്ലാതെ തിരിച്ചു പോന്നു. ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കുന്നു പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഒരു ദിവസം 300 രൂപ വെച്ച് 1 മാസത്തോളം ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയി. ചെയ്യുമ്പോൾ കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെ. എന്നെ കാണുന്നവരും എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാണെങ്കിൽ അവരും നൊലോളിക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മ മരിച്ചു പോവോ എന്നൊക്കെ ഓർത്തുകൊണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന് അമ്മ ആരോ പറഞ്ഞ് ഇവിടെ എത്തി. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം മോനെ, അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഈ തിരുസന്നിധിയിൽ എത്തുമ്പോൾ അന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചതാണ്. അന്ന് ഞാനിവിടെ എത്തി, ഞാനിവിടെ പ്രാർത്ഥിച്ചു. അപ്പോഴും ഇങ്ങനെ വയറ് വീർത്തിരിക്കുക. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എത്ര മാസമായി. വണ്ടി കയറിയപ്പോഴൊക്കെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വന്നു, കാരണം ഞാൻ 10 മാസം ഗർഭിണിയല്ലേ എന്നോർത്ത്. ഞാൻ എന്നിട്ട് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, ഒരു ദിവസമെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ജീവിക്കണം. എല്ലാവരും എന്നെ അറിയാവുന്നവരെല്ലാവരും എനിക്ക് വേണ്ടി സങ്കടപ്പെടുകയാണ്. മാതാവല്ലാതെ ഇനി എനിക്ക് ആരുമില്ല. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. അമ്പലങ്ങളോടും ആശുപത്രിയിലും ഒക്കെ ഞാൻ പോവുക, എന്നിട്ടും എനിക്ക് കുറയുന്നില്ല.
നീ അല്ലാതെ ഇനി ആരും എനിക്ക് തുണയില്ല മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് ഓരോ സ്റ്റെപ്പും വെച്ചത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇതോടെ മാറ്റി തന്നെ, ഇനി എനിക്ക് കഷ്ടപ്പാടിലോട്ട് പോകരുത്. എനിക്കറിയില്ലേ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അവരെ നോക്കണം, എനിക്ക് അവരെ വളർത്തണമെങ്കിൽ ഞാൻ ആരൊക്കെ ഉണ്ടെങ്കിലും അവനവൻ്റെ അമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ ഇതല്ലേ. അപ്പം അമ്മയില്ലാതെ ആയി പോകരുത് എൻ്റെ മാതാവ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണേ എന്നോർത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇനി എനിക്ക് ആരും ഒരു തുണയില്ല, എവിടെയെങ്കിലും ചെന്ന് പറയാൻ എനിക്ക് ആരുമില്ല, ഇവിടെ അല്ലാതെ ഞാൻ ആരുടെ അടുത്തും പറയാനുമില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ബസ്സിൽ കയറിയൊക്കെ പോകുമ്പോൾ ഇത് തന്നെയാണ് ബുദ്ധിമുട്ട്. ഈ 2 മണിക്കൂർ രാവിലെ ഞാൻ 3-3.5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വയറ് വീർത്തായിരിക്കണത്. ഇവിടുന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ എനിക്ക് വീർത്തായിരിക്കണം. ദൈവമേ മാതാവേ എന്നെ കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് ഈ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ രാത്രി 9 മണിയായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്കിനി ഇന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറണേ എന്നോർത്ത് ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിക്കണേ, എന്നെ കാക്കണേ എന്ന്. ഇന്ന് ഞാനിപ്പോൾ 10/6 ഞാൻ ഈ ഉടമ്പടി എടുത്തത്, 10/6/23. ഇന്നിപ്പോൾ 5 മാസം കഴിഞ്ഞു. ഞാൻ ഇന്ന് വരെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ശ്വാസം കഴിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ നന്നായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ മക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് എൻ്റെ ഒപ്പം വിശ്വാസ പ്രമാണം, 4 വയസ്സായ കുഞ്ഞുങ്ങളാണ്. അവർ 2 പേരും വിശ്വാസ പ്രമാണം കാണാതെ പ്രാർത്ഥിക്കും. എൻ്റെ അവർക്ക് ഞാനും അവരും ഭയങ്കരമായിട്ട് മാതാവിനെ സ്നേഹിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നതിന്, എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന്, എനിക്ക് ഓരോ നിമിഷവും ശ്വസിക്കുന്നതിന് എനിക്ക് മാതാവാണ് എൻ്റെ കൂടെയുള്ളത്. മാതാവും പിതാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും സന്തോഷം. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം 5 മാസം കഴിഞ്ഞു. എനിക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടുകളില്ല. ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു. പിന്നെ എനിക്ക് അന്ന് മുതൽ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ട്. എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങി ചെന്നാലും എല്ലാ കാര്യങ്ങളും, ഇപ്പം അമ്മയുടെ കൈയാണെങ്കിലും ഒടിഞ്ഞുപോയി, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, വേണ്ട. അവിടെ ചെന്നപ്പോഴും എവിടെ തൊട്ടാലും ഞാൻ എവിടെ പോകുമ്പോൾ മാതാവിൻ്റെ തിരുരൂപത്തിൽ കൈതൊട്ട് പ്രാർത്ഥിക്കും, ദൈവമേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണേ. ഇപ്പം ഈ അസുഖം കുറഞ്ഞു കിടന്ന് പിന്നെ ഞാൻ PSC കോച്ചിങ്ങിനും ഉണ്ട്. അപ്പം ഞാൻ എന്നും പറയും, മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം. ഇനി വരുന്ന എക്സാമിൽ എനിക്ക് ജയിക്കാൻ കഴിയണം. മാതാവല്ലാതെ എനിക്ക് ആരോടും ഒരു വിശ്വാസമില്ല. എനിക്ക് മാതാവിനോടും എൻ്റെ പുത്രനോടും അല്ലാതെ എനിക്ക് ആരോടും ഒരു വിശ്വാസമില്ല. ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞുങ്ങളും അതെ, എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥനയാണ്, ദൈവമേ എല്ലാം നന്നായി തരണേ. എനിക്കിപ്പോൾ ഉടമ്പടി എടുത്ത ആദ്യ ദിവസം തന്നെ എനിക്കിത് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടി. ഞാൻ പിറ്റേന്ന് നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്ക് ഇന്ന് വരെ, ഈ ദിവസം വരെ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും ആശുപത്രികളിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം കൊണ്ട് കൊടുക്കുകയും കുഞ്ഞുങ്ങളാണെങ്കിലും അതെ, എന്നും എന്ത് അസുഖം വന്നാലും അവർ ഓടി വന്ന എണ്ണയും മറ്റേ ഉപ്പ് ഉടമ്പടി തൈലം എടുത്ത് തലയിൽ തൊട്ടിട്ട് പറയും, അമ്മ എൻ്റെ അസുഖം മാറി, എനിക്ക് ഉടമ്പടി തൈലം തൊട്ടാൽ മതി, അപ്പം അസുഖം മാറുമെന്ന് പറഞ്ഞാണ് പിള്ളേർ ഇത് ചെയ്യണത്. അതുപോലെ തന്നെ ഉപ്പും അതെ, അവർ ഏത് സമയവും ഇങ്ങനെ എന്ത് പറയുമ്പോൾ എൻ്റെ മാതാവ് എന്നാണ്. എൻ്റെ മനസ്സിലും അതെ, ഇപ്പം എന്നും എൻ്റെ മാതാവ് എന്നായി. എനിക്ക് ആശുപത്രികളിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രവും പിന്നെ ഞാൻ ക്യാൻസർ രോഗികൾക്ക് ആഹാരവും പിന്നെ അവർക്ക് എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാൻ എനിക്ക് മാതാവിൻ്റെ കരുണയിൽ കഴിയുന്നുണ്ട്. ഇത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് കരുതുന്നു.